നമസ്കാരം. വാർത്തകളുമായി രമ്യ ശ്രീജിത്ത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. 27 വർഷം നീണ്ടുനിന്ന ഐതിഹാസികമായ ഔദ്യോഗിക ജീവിതത്തിനാണ് ഇതോടെ തിരശ്ശീല വീണത്. 3 ദൗത്യങ്ങളിലായി ആകെ 608 ദിവസങ്ങളാണ് അവർ ബഹിരാകാശത്ത് ചിലവഴിച്ചത്. ഇത് ഒരു നാസ ബഹിരാകാശ സഞ്ചാരിയെ സംബന്ധിച്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ സമയമാണ്. സ്പേസ് വാക്ക് 9 തവണയായി 62 മണിക്കൂർ ബഹിരാകാശത്ത് നടന്ന് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന ലോക റെക്കോർഡ് അവർ സ്വന്തമാക്കി. ബഹിരാകാശത്ത് വെച്ച് മാരത്തോൺ ഓടിയ ആദ്യ വ്യക്തി എന്ന നേട്ടവും സുനിതയുടെ പേരിലാണ്. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം 8 ദിവസത്തെ ദൗത്യം 286 ദിവസമായി നീളുകയും പ്രതിസന്ധികളെ ധീരമായി അതിജീവിച്ച് 2025 മാർച്ചിൽ അവർ ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു 10 സൈനികർ മരിച്ചു. ജമ്മുവിലെ ദോഡ ജില്ലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 10 സൈനികർ മരിച്ചു. 200 അടിയുള്ള കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. 17 സൈനികരുമായി പോയ സൈനിക വാഹനം നിയന്ത്രണം നഷ്ടമായാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. 5ാമത് ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷൻ സമാപിച്ചു. ആഗോള പ്രവാസി മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5ാമത് ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷൻ പ്രൗഢഗംഭീര ചടങ്ങുകളോടെ ദുബായിൽ സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന സംഗമത്തിൽ ലോകത്തിന്റെ 167 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ പ്രവാസി മലയാളികൾ വഹിക്കുന്ന പങ്കിനെ വാനോളം പ്രകീർത്തിച്ചു. ഷാർജയിൽ പുസ്തക ചർച്ച 25-ന്. പ്രവാസി ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ ഷാർജയിൽ പുസ്തക ചർച്ച നടത്തുന്നു. ലേഖ ജസ്റ്റിന്റെ നിലാത്തിരി എന്ന ലേഖന സമാഹാരവും ഗീതാ മോഹന്റെ കുമ്മായപ്പാത്തു എന്ന കഥാസമാഹാരവുമാണ് ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ. 25-ന് വൈകുന്നേരം 6 മണി മുതൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് പരിപാടി നടത്തുന്നത്. അജിത് കണ്ടല്ലൂർ നിലാത്തിരിയും അക്ബർ ആലിക്കര കുമ്മായപ്പാത്തുവും അവതരിപ്പിക്കും. വേൾഡ് മലയാളി ഫെഡറേഷൻ അവാർഡ് മാനടിയിൽ സജീവന്. വേൾഡ് മലയാളി ഫെഡറേഷന്റെ ബിസിനസ് ഐക്കൺ ഓഫ് ഇയർ പുരസ്കാരം മാനടിയിൽ സജീവന്. ഫെഡറേഷന്റെ 5ാമത് ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷനോടനുബന്ധിച്ച് ദുബായ് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു. കഴിഞ്ഞ 35 വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്തെ മികച്ച പ്രവർത്തനത്തിലൂടെ UAEയുടെ വ്യാവസായിക മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് അവാർഡ് നൽകിയത്. അബുദാബി എവർ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സജീവൻ. ലോകത്തിലെ 167 രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസിലാൻഡിനെതിരായ ആദ്യ T20-യിൽ ഇന്ത്യക്ക് 48 റൺ ജയം. അഭിഷേക് ശർമ്മയുടെ റണ്ണഭിഷേകത്തിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ഇന്ത്യ. 1ാം T20 ക്രിക്കറ്റ് മത്സരത്തിൽ 48 റണ്ണിനാണ് ജയം. ഓപ്പണർ അഭിഷേക് 35 പന്തിൽ 84 റണ്ണടിച്ച് ടോപ്പ് സ്കോററായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.